ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ CSEB എക്സാം ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഇതിനോടകം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത എക്സാം എഴുതാൻ പോകുമ്പോഴത്തേനും ഞായറാഴ്ചയുള്ള എക്സാം എഴുതാൻ പോകുമ്പോഴത്തേനും CSEB ബോർഡ് പുതിയ വിജ്ഞാപനവുമായിട്ട് വന്നിരിക്കുകയാണ്. ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ ഒഴിവുകളിലേക്ക് തന്നെ ഏകദേശം 190 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് എറണാകുളം, മലപ്പുറം, പാലക്കാട് തുടങ്ങിയിട്ടുള്ള ജില്ലകളിലാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പരീക്ഷാ വിജ്ഞാപനം എന്താണെന്ന് നോക്കാം. അപ്പോൾ വിജ്ഞാപന ഡേറ്റ് 3/2024, വിജ്ഞാപന തീയതി എന്ന് പറയുന്നത് 15/5/2024. ആദ്യം തന്നെ പറയട്ടെ, അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2/7/2024. പിന്നെ ഈ ഒരു വേക്കൻസിക്ക് അല്ലെങ്കിൽ പ്രത്യേകതയുള്ളത് ഒറ്റത്തവണ, അതായത് നമ്മൾ സാധാരണയായിട്ട് പോസ്റ്റൽ വഴി ബാങ്കിൽ ചലാൻ അടച്ച് കേരള ബാങ്കിൻ്റെയോ ഫെഡറൽ ബാങ്കിൻ്റെയോ ശാഖകളിൽ ചലാൻ അടച്ചിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. പോസ്റ്റൽ വഴിയാണ് അപേക്ഷിക്കേണ്ട രീതി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തവണ നമ്മൾ ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ, അതേപോലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയിട്ടുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെയാണ്. അതായത് നമ്മുടെ PSC പോലെ തന്നെ CSEBക്ക് സൈറ്റ് ഉണ്ട്. അപ്പോൾ പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം മാത്രമാണ് അതിലൂടെ നമ്മൾക്ക് അപേക്ഷിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പോസ്റ്റിലൂടെ അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ലാന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത എല്ലാ കാൻഡിഡേറ്റ്സും എത്രയും പെട്ടെന്ന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ജൂനിയർ ക്ലർക്ക് പതിവ് പോലെ കാറ്റഗറി നമ്പർ 3/2024 ജൂനിയർ ക്ലർക്കാണ്. വിദ്യാഭ്യാസ യോഗ്യത നമുക്കറിയാം. സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് JDC, അതേപോലെ JDC, BCom കോർപ്പറേഷൻ, അതേപോലെ HDCM അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ബാങ്ക് തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്കൊക്കെയാണ് അതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏകദേശം സ്റ്റാർട്ടിങ് സാലറി തന്നെ ബേസിക്കായിട്ട് 13,450 മുതൽ 44,650 രൂപ വരെയൊക്കെയാണ്, അല്ലെങ്കിൽ 46,000 ഒക്കെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ പോകുന്നത്. അപ്പം നമുക്കറിയാം എറണാകുളം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എറണാകുളം, അതേപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ കാസർഗോഡ് 2 വേക്കൻസികൾ മാത്രമേ ഉള്ളൂ ജൂനിയർ ക്ലർക്ക് എന്നുള്ള പോസ്റ്റിൽ. അത് കുഡ്ലൂർ സർവീസ് സഹകരണ ബാങ്കിലും അതേപോലെ വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിലുമാണ് ഉള്ളത്. സോ നമുക്കറിയാം ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടത് 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാണ്. അതേപോലെ പട്ടികജാതി പട്ടികവർഗം EWS കാറ്റഗറിക്ക് 3 വർഷത്തെ ഇളവ്, 5 വർഷത്തെ ഇളവ്, അതേപോലെ വിധവകൾക്ക് 5 വർഷത്തെ ഇളവുകൾക്ക് ലഭിക്കും. നമുക്കറിയാം 80 മാർക്കിനാണ് എക്സാമുകൾ നടത്തുന്നത്. OMR എക്സാമിനേഷനാണ്. അതേപോലെ ഇൻ്റർവ്യൂവിന് 15 മാർക്കായിരിക്കും. അഭിമുഖത്തിന് മാത്രം ഹാജരായാൽ 3 മാർക്കാണ് ലഭിക്കുന്നത്. ബാക്കിയുള്ള 12 മാർക്ക് എന്ന് പറയുന്നത് അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. നമുക്ക് അപേക്ഷിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് 150 രൂപയാണ്. 150 രൂപയാണ് അപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ വരുന്ന ഓരോ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ ബാങ്കിനും 50 രൂപ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കണം. സാധാരണ ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് വിജ്ഞാപനം വായിച്ച് നോക്കിയതിന് ശേഷം ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2/7/2024. സോ അത്രയും പെട്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷ അയക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ എത്രയൊക്കെ സംഘങ്ങളിലേക്കാണ് അപേക്ഷ അയക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം അപേക്ഷകൾ അയക്കുക. അതേപോലെ തന്നെ അപേക്ഷകൾ അയച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ പിന്നീട് കാണാം. ടിൽ ദെൻ ബൈ.